ഗായ്സ് വെൽക്കം ബാക്ക്. എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷം? ഇവിടെ നല്ല മഴയാണ്. മഴ ആയിട്ട് ഞങ്ങളിങ്ങനെ ഒന്ന് പുറത്ത് പോയൊരു വീഡിയോ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് കുറച്ച് റീലൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ ആണ് മഴ തീരെ ബാക്കോട്ട് നിൽക്കുന്നില്ല. വണ്ടിയിൽ പോയാലും നമുക്ക് അവിടെ എത്തിയാലും ക്യാമറ ഒക്കെ ചെയ്യണമെങ്കിൽ മഴ പോണല്ലോ. അപ്പോൾ വിചാരിച്ച് കുറേ ദിവസമായി പോയി ഇരിക്കുന്നുണ്ട്. എന്തേ മീൻ മുറിക്കുക? ഇപ്പൊ ചോറും കറിയൊക്കെ തന്നെ നേരത്തെ ആക്കി വെച്ച് വീടിങ്ങനെ പോണേം കൊണ്ട് നമ്മൾ ക്ലീൻ ചെയ്യലേ അല്ല. അങ്ങനെ മുറ്റത്തൊക്കെ നല്ല വെൽക്കലും നല്ല എന്തോ ഉണ്ട് അപ്പുറത്തുനിന്ന് വിളിച്ച് പറയുന്നത്. ആദ്യമായിട്ട് എന്തോ ഒരു പണിക്ക് ഇറങ്ങി എങ്ങനെ വിളിച്ചോണ്ടിരിക്കും. അതെട് ഇതെട് എന്ന് പറഞ്ഞങ്ങാട്ട്. കുറ്റം പറയല്ല കേട്ടോ, കാര്യം പറയാം. പിന്നെ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചിരുന്ന ക്ലീനിങ് വീഡിയോ ഒക്കെ ചെയ്യാന്ന്. പിന്നെ ആശു പോയിക്കിന്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കുറച്ച് ഡിവൈൻ ട്രാപ്പിലേക്കുള്ള കുറച്ച് ഡ്രസ്സിൻ്റെ ഇത് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. എന്തോ ആക്കുന്നുണ്ട്, ബ്ലീച്ചിങ് പൗഡറോ ഏറ്റവും വിതറാൻ തോന്നുന്നു. വെൽക്കലിക്ക് നല്ലതാണല്ലോ. ഇതാ ഇത് മഴ ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ വിതറി കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഉണങ്ങിയിട്ട് മഴ ഇങ്ങനെ പെയ്യുമ്പോൾ ഒരു പാക്കറ്റ് മൊത്തം അടുക്ക് തന്നെ ഇട്ടുകൊണ്ട് അതിൽ ഇനി ഉണ്ട്. നല്ലോണം കൊടി വെൽക്കലി ഇല്ലടത്തല്ലാന്ന് തോന്നിട്ട് ഇല്ലാത്തടുത്താ 2 പാക്ക് പോരെ. നമുക്ക് മുറ്റം കട്ടയിൽ മൊത്തം അവിടെ ഒക്കെ കണ്ടോ നല്ല വെൽക്കലിയാ. നല്ല വൃത്തിയേടായി കിടക്കണം. മുറ്റൊക്കെ കണ്ടില്ലായി കിടക്കണ്. ഷെഫി അതാക്കണ അവിടെ ബ്ലീച്ചിങ് പൗഡർ ഇട്ടോണ്ടിരിക്കുകയാണ്. ഞാനൊന്ന് പോയി നോക്കട്ടെ ഹെൽപ്പ് ചെയ്യാൻ. എല്ലാത്തിനും ഇങ്ങനെ പോകണമല്ലോ. അപ്പോൾ ചോറും ഞാൻ പറഞ്ഞല്ലോ ചോറും കറിയൊക്കെയായി. പിന്നെ കുറച്ച് ഡിവൈൻ ട്രാപ്പിലേക്ക് റീലും ഫോട്ടോസൊക്കെ എടുക്കാണ്ടായും കുറച്ച് പാക്കിങ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് ഈ പണി വരുന്നത്. ഷെഫുണ്ടല്ലോ പണിക്ക് പോകുമ്പോൾ ഷെഫിൻ്റെ ചെരുപ്പ് ഇവിടെ കഴിച്ചിട്ട് ഇങ്ങോട്ട് പഴയതിട്ട് പോയതാണ്. ഞാനിതാട്ടെടുത്തിട്ട് അങ്ങനെ തന്നെ അങ്ങനെയാണ് വേണ്ടി. അപ്പം നമ്മൾ റോഡുമ്മ തന്നെ ആയതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് സംസാരിക്കാനൊക്കെ ഒരു മടി. വേറെ ഇടുന്നാകുമ്പോൾ വലിയ പ്രശ്നമില്ല. ഇന്നെയൊക്കെ കയറ്റി പോണേരം ചില നേരം ഞാൻ വിചാരിക്കും ഇറങ്ങണമെന്ന് ചോദിക്കലുണ്ട്. ഒരു പാക്കറ്റ് കൂടി എന്തായാലും വാങ്ങി പോരിട്ട്. ആ സൈഡിൽ കുറച്ചുകൂടിയോ മറ്റേ ഭാഗം അല്ലേ മറ്റേ ഭാഗം പാടാ അതിലങ്ങനെയാണ് എല്ലാവരും ഇവിടെ വരുന്ന പോലൊക്കെ ഇനി ശ്രദ്ധിക്കുക. ഞങ്ങളെ കാണാനൊക്കെ വരുന്ന പോലെ പറഞ്ഞ നിങ്ങൾ കേട്ടില്ലേ? ആരെങ്കിലും ഞങ്ങളെ കാണാൻ വരുന്നവരെ ഹായ് എന്നൊക്കെ പറഞ്ഞ് വന്നുവിടുമ്പോൾ വീണുകൊണ്ട് അങ്ങനെ എത്രയോ അബദ്ധം കുടുങ്ങിക്കുന്നുണ്ടോ. ഞാൻ ഇതുവരെ വീണില്ല, എത്ര വർഷം വീഴാൻ പോയിക്കിന്. പിന്നെ ഏതായാലും ഇപ്പോൾ ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇട്ട് തികഞ്ഞില്ല. ആടെ മാത്രം ഇടാനേ ആയുള്ളൂ. ഇന്റർലോക്കുമ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി പറഞ്ഞ് വെറുപ്പിക്കണ്ട. ഒന്നാക്കണ്ട, നല്ലോണം കഴിക്കാതെ അല്ലേ. പശു ബേന്ന് ചെല്ലുന്നു. പെരുന്നാളിനേക്കുള്ള ഇനിയും അറുത്ത് കഴിഞ്ഞില്ലേ? പോത്തിനൊക്കെ അറക്കാൻ വേണ്ടിട്ട് മാത്രമാണ് ഞാൻ അങ്ങനെ വിചാരിച്ച്. എത്ര ദിവസത്തിനുള്ളിലുള്ള ദിവസവും കഴിഞ്ഞല്ലോ. അവൻ കഴിഞ്ഞു. ഇനി എല്ലാരും നിർത്തിക്കോളി. കാത്തിക്കാലൊക്കെ ഞാൻ നിർത്തി. നമ്മക്ക് അതിൽ കുറച്ചുകൂടി വാങ്ങി കൊണ്ടുവരിക. ഒരു കുറച്ച് ചുറ്റിലൂടെ എന്നിട്ട് പുല്ലൊക്കെ പറിക്കുക. പുല്ലറിക്കാനാവോ? എന്നും ഇങ്ങനെ മതിയോ? എനിക്കറിയൂല, എന്താ അറിയൂല. വിശപ്പ് എന്ന് പറഞ്ഞാൽ എന്ത് വിശപ്പാന്ന മാരക വിശപ്പ്. എന്റെ മോനെ എന്തൂരാ ഞാൻ കഴിക്കുന്നത്. എനിക്ക് പകർന്നാൻ തോന്നുന്നു. കാരണം എനിക്കിപ്പോ അങ്ങനെ വിശപ്പില്ല. എനിക്ക് നല്ല വിശപ്പാണ്. പിന്നെ ഫോണ് അടിപൊളിയാട്ടോ. ഫോണ് റിങ് ചെയ്തിട്ട് എനിക്ക് അറിയില്ല ഇത് എഴുതുന്ന ഒരു സൗണ്ട്. എനിക്കും കൂടെ ഇതായി വരുന്നത് അങ്ങനത്തെ റിങ് ടൂണും ചെപ്പിയാക്കി തന്നത്. ഒരു ആംബുലൻസിന്റെ ഒരു സൗണ്ട്. അതല്ല റിംഗ് ടൂൺ ആയിട്ട് വേണം അറിയാ. ഇതൊരു ആരോഗ്യമില്ലാത്ത ഫോണാണോ? അങ്ങനെയൊക്കെ ആരോഗ്യമില്ലാത്ത സൗണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് അത് ഞാൻ പിന്നെ വാങ്ങിടാം. നമ്മൾ വാങ്ങിടാം. അത് പിന്നെ വാങ്ങിട്ട കച്ചറ ഉണ്ടാക്കൽ എന്ത് സീനത്. ആദ്യം നമുക്ക് വാങ്ങിട്ട. ഞാൻ അടിച്ചാള് അന്ന് ഹാൻഡ് ഷേക്കിന്റെ ദിവസം എനിക്ക് അറിയായിട്ടാ. അങ്ങനല്ല എങ്ങനെ എന്റെ മോതിരം ഒന്നുകൂടി
പഠിയും എന്ത് പഠിയും, അതാണ് ഇവിടെ പ്രത്യേകത. എന്താ നിങ്ങളോട് പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല, നിങ്ങളോട് ചിലപ്പോ പറഞ്ഞ പെരുന്നാളിനൊക്കെയുള്ള എന്താ പറയാ ഇറച്ചിയൊക്കെ കഴിഞ്ഞേ ഉണ്ടാവും, ഇനി ആര് കാത്തൊക്കെ ഉണ്ടാന്നൊക്കെ അല്ലേ പറഞ്ഞത്. പക്ഷെങ്കിൽ ഇവിടുത്തെ അവസ്ഥ തികച്ചും വ്യത്യസ്തമാണ്. ഇപ്പോഴും കേക്കട്ടെ, 2-3 പൊതി ഇറച്ചിയാക്കി. 2-3 പൊതിയോ? 2 നല്ലല്ലോ, 4 പൊതിയായിട്ട് കിട്ടിയില്ല. അതില്ല, അത് കുറച്ച് തറവാട്ടിന്ന് ചാമ്പയും ചെയ്തിരിക്കണം. അപ്പൊ ഉമ്മ കാണാണ്ട് ആണോ? 2 ഇറ്റാൽ ഒന്നും കൂടി അതിന് ഉമ്മ തന്നത്. അതിലൊന്ന് ഒന്നിന്ന് കുറച്ച് എടുത്ത് വെച്ചിട്ടേ ഉള്ളൂ ഞങ്ങള്. കാരണം നമ്മ ഇവിടെ എല്ലാതിനല്ലോ ഫുഡൊക്കെ. പെരുന്നാൾ കഴിഞ്ഞിട്ട് എത്ര ദിവസമായി? അല്ല എന്നാലും പറയും. അത് ഞാന് തണുപ്പ് പോവാൻ വേണ്ടി എടുത്തേച്ച, ഭയങ്കര തണുപ്പ്. സൗന്ദര്യ സംരക്ഷകനാ, ഒക്കെ മറന്നു. രാവിലെ ഞാൻ ഡയറ്റിന് എടുത്തേച്ച സാധനത്തിൽ നിന്ന് 2 കോച്ചിക്കിന് അത് ഇതാക്കണം, അതും ഇവിടെ വെച്ചിക്കണം, ഒക്കെ മറന്നു. അതിനെക്കൊണ്ട് എന്ത് സുഖാണ്, പൈസയൊക്കെ പൊക്കാൻ മറന്നു. എടുക്കുമ്പോ ഭയങ്കര കച്ചറ, എന്തിനെടുത്ത് എപ്പോ എടുത്ത് ഇനി മേലാലെടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് കട്ടിന് ബെഡ് ചോട്ടിലാട്ട് അധികം പൈസ വെക്കരുതെന്ന് പറയുന്നത്. എന്ത് ചെയ്യൂ, നേരെ അപ്പുറത്തെ ചോട്ടിക്കാനും കോൾപ്പിക്കാനും അറിയില്ല, കാണാണ്ടായത് എടുക്കാനും അറിയൂല. അതല്ല എന്നോട് മറന്നു തല്ലാനും പറ്റില്ല, തരാറല്ലേ. അതിപ്പോ മാറിക്കൊണ്ടിരിക്കുക. ഏതാ അത് എന്നെ ട്രോളിനെ നിങ്ങൾ ആരും എന്താ പ്രതിഷേധിക്കാതെ? ഞാൻ ഓളപ്പറ്റി എന്തോ ഒരു വാക്ക് സംസാരിച്ചാൽ അത് നിങ്ങളൊക്കെ കണ്ണിലും മൂക്കിലൊക്കെ പോകില്ല. അതുകൊണ്ട് അതെ 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 അതെ, നിങ്ങൾ മനസ്സിലായിക്കണല്ലേ ആ കളർ എന്താ ആട്ടെ. എന്നാ പിന്നെ വെളുക്കണേ മറ്റേ വേറെ പെണ്ണുണ്ടായിരുന്നല്ലോ, ഓളാളാന്ന് തോന്നുന്നു. അപ്പൊ ഏതായാലും നമ്മള് ഇന്നെന്താ നമ്മൾ ഉണ്ടാക്കണേ? ഞാൻ പയറുപ്പേരി വെച്ചിക്കണ്, നല്ല മത്തിക്കറി വെച്ചിക്കണ്. ഓ മത്തി ഉണ്ടോ? ചോറ് വെച്ചിക്കണ്. എന്റെ മോനെ, മത്തി പറഞ്ഞാല് ചാളല്ലേ? ചാളാൻ ചില സ്ഥലത്ത് ചാളാന്ന് പറയും. കുറച്ച് രാവിലെ 10 ഷെഫി തിന്നു വയ്ക്കണേ. പിന്നെ കുറച്ച് എന്തോ വേറൊരു മീനുണ്ട് പൊരിക്കാന്. അപ്പോഴാണ് ഷെഫി പറയുന്നത് കുറച്ച് ബീഫും പൊരിക്കണം. ബീഫ് പൊരിക്കുമ്പോ കഴിക്കല്ലേ? അപ്പൊ ബീഫ് ഇതാക്കണ ഷെമി പൊരിക്കാനുള്ള പരിപാടി. ബീഫ് കഴിക്കണ്ടെന്ന് ഇന്നലെ ഡോക്ടർ കണ്ടപ്പോ പറഞ്ഞു. കാരണം സ്റ്റോണുള്ള ബീഫ് കഴിച്ചാ സീന, അധികം കഴിച്ചാൽ അതായിരിക്കും പിന്നെ വേദന വന്നത്. ഒക്കെ എല്ലാ വീട്ടിലെ അവസ്ഥ തന്നെ ആയിരിക്കില്ലേ? മറ്റേതൊക്കെ എല്ലാവരും കമന്റ് ചെയ്യട്ടെ. ഇറച്ചിപ്പോയി തീരാത്ത വീടുകളൊക്കെ ഒന്ന് കമന്റ് ചെയ്യട്ടോ. ഒന്നായിട്ട് വെക്കൂല, കുട്ടികളൊക്കെ കുറച്ചായിരിക്കും ഉമ്മന്റെ ഭാഗം പറയും മക്കളെ. ഒന്ന് വെള്ളം പറഞ്ഞിട്ട് അല്ല, ഞാൻ ഇങ്ങനെ എടുത്ത് പൊരിക്കുക. അല്ലാണ്ട് പറയാൻ പറ്റൂല. ബോൾ പോലെ പേസ്റ്റ് എടുത്ത് ക്രിക്കറ്റ് കളിക്കാൻ നമ്മള്. ഓക്കെ, അപ്പൊ ഏതായാലും ഇത് ഷെമി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. ഓ മീനുണ്ട്, മീനുണ്ട്. എനിക്ക് മീനൊക്കെ അല്ലേ പറ്റൂ. നല്ല മീനുണ്ട്. ഇത് നേരെ തിരിച്ചുണ്ടാവുക. ബീഫ് വെള്ളം തിന്ന മീമി ഞാനും തിന്നു, അങ്ങനെ ഉണ്ടാവുക. ബീഫ് വെള്ളം കഴിക്കും, മീമി ഞാനും കഴിക്കും. ഓക്കെ, ഞാൻ ഫ്രൈ ആക്കി കഴിക്കോ? ഒക്കെ സെറ്റ് ആക്കിയോ? ഗൾഫിലുള്ള ആൾക്കാർക്ക് കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു സാധനം ഈ വലിയ ബലിപെരുന്നാളായിരിക്കും ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന സാധനം. മഴ പിന്നെ അവിടെ ഉണ്ട്, മഴ ഉണ്ട്, പക്ഷെ ചൂട് വിടാൻ അതൊക്കെ മിസ് ചെയ്യുന്നത്. അതല്ല എന്റെ നേരോ എന്നാ എനിക്ക് എന്ത് കഴിഞ്ഞിട്ട് എനിക്കില്ല കേട്ടോ. ഇത് നോക്കണേ മുന്നേ എടുത്തിക്കണെങ്കിൽ ആയിഷു വന്നിക്കണം കേട്ടോ. ആയിഷു വന്നിക്കണം. ആയിഷു ഒന്ന് അടുങ്ങി നിൽക്കുന്നാലല്ലേ എടുക്കാൻ പറ്റുമോ? ഓൾ നിക്കില്ല ഗീസ്, നിക്കുന്നില്ല. ഓ ഒരവന്റെ താങ്ക് യു. ആ തൊടിച്ചാനോ രാജയും തൊടിക്കുക. ഒന്നൊരു ഉള്ള നാടൻ കറിവേപ്പില, നാടൻ മല്ലിച്ചപ്പും ഇങ്ങോട്ട് ഫ്രൈ ചെയ്ത് തോട്ടത്തുനിന്ന് പറിച്ചാൽ മതി അല്ലേ? നാടൻ കുരുമുളക് മറ്റൊന്ന് പറിച്ച് ഞാൻ പേട്ടിലാക്കി വെച്ചാ പൊടിയായിട്ടായിരുന്നു. അതെ അതെ അതെ. ഓ ഇതിങ്ങോട്ട് ആയി വരട്ടെ മോനെ. ഒക്കെ റെഡി ആയി കഴിഞ്ഞു. ഇതാക്കണ നല്ല അടിപൊളി ഫിഷ് ഇതാ ബീഫ് ഫ്രൈ ആക്കി വെച്ചിക്കണേ, ഫിഷ് ഫ്രൈ ആക്കി വെച്ചിക്കണേ, അതുപോലെ തന്നെ മാങ്ങ, ഫിഷ്, ഇതെന്താ ബീഫ് കറി, പയറുപ്പേരി. എന്റെ മോനെന്നൊരു പിടുത്തന്നെ പിടിക്കും.
പിന്നെ അവക്കാടോ മത്തിക്കറി യാ മോനെ മച്ചാനത് പോരളിയാ. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഫുഡിലെ ഷെമിയേ അടിപൊളി. ഇന്ന് നമുക്ക് അതെ 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 ഓക്കെ. അപ്പൊ ഗൈസ് ഇനി ഏതായാലും ഇതൊക്കെ കഴിക്കട്ടെ. എന്റെ മോനെ ബീഫൊക്കെ കണ്ടിട്ട് അതെന്താ ചോറ് വെന്ത് പോയില്ലേ? എന്താ ബീഫൊക്കെ കണ്ടിട്ട് അടിപൊളി. ചോറ് ദിവസം വെന്ത് പോയി, പക്ഷെ എന്നാലും അലഹമില്ല കുഴപ്പമില്ല, അടിപൊളി. ഓക്കെ ഇതൊക്കെ കൂടി മറ്റേ സാധാ അരിന്റെ അരിയും കൂടി ഉയർത്ത് വന്നിക്കണല്ലോ. സാരില്ല. ഓക്കെ അപ്പൊ ഗൈസ് ഏതായാലും ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ നാളെ കാണാം. ബൈ ബൈ, ടാറ്റാ, സീ യു. ഫോണ് താടിയോ സൗണ്ട് നമ്പർ കാണിക്കണ്ട. ഇതാ അവള് പറഞ്ഞ സൗണ്ട് ആരോഗ്യമില്ലാതെ സൗണ്ട്.